ജക്കാർത്തയിലെ രണ്ടാമത്തെ ദിവസം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ജക്കാർത്തയിലെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ മോണമെൻറ്റ് അഥവാ മൊണാസ് സ്മാരകത്തിലേക്കാണ്. ഞങ്ങൾ അതിൻ്റെ എൻട്രൻസ് ഭാഗത്തെത്തി. അതിനകത്തേക്ക് പ്രവേശിച്ചു. പലതരത്തിലുള്ള കച്ചവടക്കാർ അവിടെയുണ്ട്. ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട് ബസ്സുകളിൽ. ഒരുത്തനത് കിളിയെ പറത്തി കളിക്കുന്നു. ഇവൻ എന്നെ കുറേ കിളിയെ വാങ്ങാൻ പ്രേരിപ്പിച്ചു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു. പല കച്ചവടക്കാരെയും കണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. പട്ടാളക്കാരുടെ കവാത്താണ് അവിടെ നടക്കുന്നത്. അതും കണ്ട് ഞങ്ങൾ മുന്നിലേക്ക് പോയി. ഇതാണ് മൊണാസ്. ഈ ചെറിയ വണ്ടിയിൽ ആളുകൾ കയറ്റി അവിടെ മൊത്തം കറക്കുന്നുണ്ട്. ഞങ്ങളതിലൊന്നും കയറാതെ നടക്കാൻ തന്നെ തീരുമാനിച്ചു. മൊണാസിൻ്റെ ദൂരക്കാഴ്ചയാണിത്. മൊണാസിൻ്റെ മുകൾ ഭാഗത്ത് സ്വർണം പൂശിയ ജോലയുടെ ആകൃതിയിലുള്ള അലങ്കാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ്. ഞങ്ങളങ്ങനെ മൊണാസിലേക്ക് നടക്കുകയാണ്. നല്ല പച്ച വിരിച്ച പുൽമേടുകളും വെട്ടിയൊതുക്കിയ തണൽ മരങ്ങളും അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ശാന്തസുന്ദരമായ വഴികളിലൂടെ മൊണാസിലേക്ക് നടക്കുകയാണ്. ഈ ഭാഗത്തൊന്നും വലിയ തിക്കും തിരക്കും ഇല്ല. കുറേ ആളുകൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിയിൽ പോകുന്ന കുട്ടികൾ ടാറ്റ തരുന്നു. ഞങ്ങളങ്ങനെ മൊണാസിൻ്റെ അടുത്തേക്ക് എത്തി. എത്ര നോക്കിയിട്ടും അതിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴി കാണുന്നില്ല. അവസാനം ഞങ്ങൾ ചുറ്റും നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ എൻട്രൻസ് കാണുമല്ലോ, അതിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അവസാനം ഞങ്ങൾ നടന്ന് എൻട്രൻസ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക്. ഇത് അണ്ടർഗ്രൗണ്ടിലൂടെ പോയി വേണം ആ മൊണാസിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ നമ്മൾ. അവിടെ ഒരു ആൾക്കൂട്ടം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്നു. അണ്ടർഗ്രൗണ്ടിലുള്ള പാസേജിലൂടെ നടന്നു. അണ്ടർഗ്രൗണ്ടിലൂടെ പോയി വീണ്ടും നമ്മൾ മൊണാസിൻ്റെ ആ ഭാഗത്തേക്ക് പുറത്തേക്ക് കടന്നു. ഇനി അതിനകത്തേക്ക് കയറണം. അതിൻ്റെ ചുറ്റും ഭംഗിയായ കാഴ്ചകളുണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ പ്രധാന കവാടത്തിലെത്തി. അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തി. ഇതിൻ്റെ അടിഭാഗം, മൊണാസിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഇത്. ഇവിടെ ഇന്തോനേഷ്യയുടെ ചരിത്രം അവതരിപ്പിക്കുന്ന പ്രദർശനങ്ങളും മ്യൂസിയവും കണ്ട് ഞങ്ങൾ അവിടെ നടന്നു. Hello, how are you? Your name, please? I'm very good. Thank you. Shani. Welcome. Okay, bye.
നമ്മൾ നേരത്തെ കണ്ട കോമ്പൗണ്ട് കാണുന്നില്ലേ? ഇനി മൊണാസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകണം. അതിന് ഈ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് അവിടെ കാണിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കണം. ലിഫ്റ്റ് കയറാനുള്ള നീണ്ട ക്യൂ ആണിത്. സ്കൂൾ കുട്ടികൾ കണ്ടപ്പോൾ വന്നു ഞങ്ങൾ ടാറ്റ ബൈ ബൈ കൊടുത്തു അവർക്ക്. ലിഫ്റ്റ് കയറാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. ക്ഷമയോടെ കാത്തു നിന്നു. അവസാനം ലിഫ്റ്റിൽ കയറി ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിൽ നിന്നും ജക്കാർത്തയുടെ വിശാലമായ കാഴ്ചകൾ കണ്ടു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു പോകുന്നിതാ.